വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നാ. ഹലോ, എന്തേ? ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണ് പരിപാടി. ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അതെ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ പരിപാടി, വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഫോൺ സംഭാഷണം എന്തിനാ പുറത്തുവിട്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഒരു മിനിറ്റ്സ് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. വൺ സൈഡഡായി, ബയസ്ഡായി അവരുടെ വശം പറഞ്ഞുകൊണ്ടുള്ള ഒരു മിനിറ്റ്സ് അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് സാധൂകരിക്കാനുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് അന്ന് സ്ഥലത്തില്ലാത്ത രമേശ് പിഷാരടിയുമായി സംസാരിച്ച് അവർ റെക്കോർഡ് ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് അവർ പുറത്തുവിട്ട് ഇത്രയും മാനിപ്പുലേഷൻ ഒക്കെ നടക്കും. നമ്മൾ അതിശയിക്കുകയാണ്. നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ടല്ലേ സിനിമയിലെ നാടകതയും അതുപോലെ ട്വിസ്റ്റുകളും ഒക്കെ വെള്ളിത്തിരയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംഘടനയ്ക്കുള്ളിലും അതിലെ അംഗങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ഒരു ആവറേജ് സിനിമ സ്ക്രിപ്റ്റിനെ പോലെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ളതെന്ന് പറയപ്പെടുന്ന ഒരു ഓഡിയോ, അതിനെ കുറിച്ചാണല്ലോ. ഇതിനു മുൻപ് നമുക്കറിയാം, അമ്മ സംഘടനയിലെ തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരുവരും സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരല്പം ദ്വയാർത്ഥ സ്വഭാവമുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോഴിത്തരം നിറഞ്ഞ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഇതിനെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും ആരാണ് ഇതിന്റെ കെണിയിൽ വീണതെന്നും ആരാണ് കെണി ഒരുക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് ചർച്ച ചെയ്യാം. അങ്ങുൾപ്പെടെയുള്ളവർ അശ്ലീലം പറഞ്ഞെന്നും അധിക്ഷേപിച്ചെന്നും ഒക്കെ ഈ ഫോൺ സംഭാഷണത്തിൽ ശ്വേത പറയുന്നുണ്ട്. ശരിക്കും അന്ന് ആ ജനറൽ ബോഡിയിൽ എന്താണ് ഉണ്ടായത്? ശ്രീമതി മാല പാർവതി, ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനെ നിഷ്കളങ്കമായി കാണുന്നുണ്ടോ അങ്ങ്? ഫോൺ സംഭാഷണം എന്തിനാ പുറത്തുവിട്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഒരു മിനിറ്റ്സ് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. വൺ സൈഡഡായി, ബയസ്ഡായി അവരുടെ വശം പറഞ്ഞുകൊണ്ടുള്ള ഒരു മിനിറ്റ്സ് അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് സാധൂകരിക്കാനുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് അന്ന് സ്ഥലത്തില്ലാത്ത രമേശ് പിഷാരടിയുമായി സംസാരിച്ച് അവർ റെക്കോർഡ് ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് അവർ പുറത്തുവിട്ട് ഇത്രയും മാനിപ്പുലേഷൻ ഒക്കെ നടക്കും. നമ്മൾ അതിശയിക്കുകയാണ്. കാരണം ആ മിനിറ്റ്സിനകത്ത് ആ രേഖകൾ നിങ്ങളൊന്ന് വായിക്കണം. ഞാനത് കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ആ മിനിറ്റ്സ് ഒരു വൺ സൈഡഡ് റിപ്പോർട്ടാണ്. അവരുടെ വശം മാത്രം എഴുതിക്കൊണ്ട്, അവിടെ കയ്യിൽ റെക്കോർഡുണ്ട്, അവരുടെ വീഡിയോ ഉണ്ട്. AI ഒന്നും ചെയ്യാതെ ധൈര്യമായിട്ട് അവർക്കത് പുറത്തുവിടാൻ പറ്റുമോ? അശ്ലീലം പറഞ്ഞെന്ന് ഞാനടക്കം അവിടെ ആക്രോശിച്ചുകൊണ്ട്, ഞാനൊരു വുമൺ ആണ്, ഐ ആം എ വുമൺ യു എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, വുമൺ കാർഡ് എന്ന് പറഞ്ഞത് കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. കണക്ക് കാണിക്കണം എന്ന് കുറേ അധികം ആൾക്കാർ പറഞ്ഞു. അവർ പറയുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടില്ല കേട്ടോ, അവതരിപ്പിക്കണമെന്ന് പറയുന്നത് ഗൂഢാലോചനയാണെന്ന്. അത് ജനാധിപത്യത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ്, ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ്. 21 ദിവസം മുമ്പ് കണക്ക് തരാതിരിക്കുന്ന ഒരു ഭരണസമിതിയെ ഒഴിപ്പിക്കാൻ ജനറൽ ബോഡിക്ക് അവകാശമുണ്ട്, പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ കണക്ക് കാണിക്കാത്ത ആൾക്കാരെ തോൽപ്പിക്കും. ജനറൽ ബോഡിയിൽ ബൈലോ പൊക്കിപ്പിടിച്ച ആൾക്കാർ വഴക്കിടുന്നത് എവിടെയും ഉള്ള ഒരു രീതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവും. കണക്ക് തെറ്റിച്ചാൽ പിടിച്ച് താഴെ ഇറക്കും. ഇതൊക്കെ ഉള്ളതാ. അപ്പോൾ അവരെന്താ മിനിറ്റ്സ് ബുക്കും തരാതെ, താക്കോലും തരാതെ, കണക്കും തരാതെ ഒളിച്ചിരിക്കുകയാണ്. ശ്രീമതി കുക്കു പരമേശ്വരൻ പറഞ്ഞു, എന്റെ വീടെല്ലാം അലങ്കോലപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കണക്കും താക്കോലും ഒന്നും ഇല്ലാന്ന്. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ? കണക്ക് ചോദിച്ചാൽ ഇറങ്ങി ഓടുക, ഞാൻ രാജിവെച്ചു എന്ന് പറയുക, 20 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരിക. അവർ കടലാസ് കൊടുത്തില്ല, ടെക്നിക്കലി അവരുടെ ഭാഗത്ത് ശരിയുണ്ടാവും, പക്ഷെ അന്തസ്സിന് ചേർന്ന കാര്യമാണോ? അതെന്താണ്? അപ്പോൾ ഒരാൾ പറയുന്നത് മാത്രം ശരിയാവുകയും അവർ മാത്രം പെണ്ണാവുകയും അവർ മാത്രം സ്ത്രീപക്ഷമാവുകയും അൻസിബയെ പോലൊരു വ്യക്തി ഒരു വിഡ്ഢിയാവുകയും ഒരു സില്ലിയായിട്ടൊരു പെൺകുട്ടിയാവുകയും അവർ പറയുന്ന കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നവളാവുകയും ആകുന്നത് എങ്ങനെയാണ്? ഇവിടെ പവർ ഗ്രൂപ്പ് എന്ന് ഞാനിപ്പോൾ വിശേഷിപ്പിക്കുന്നത് ശ്വേതയാണ്. കാരണം ഈ അവരുടെ കൂടെ നിൽക്കുന്ന സംഘത്തിനെയാണ്. കാരണം ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ആൾക്കാരെല്ലാവരും ആ ആർട്ടിസ്റ്റുകളാണ്. ആ കുറ്റാരോപണത്തിന് ശേഷം ഒരാൾ പോലും പിക്ചറിൽ വരാൻ. ആദ്യം തന്നെ ഈ ഒരു ഓഡിയോയിൽ എന്താണുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതായത് കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംഭാഷണം നടക്കുന്നത്. ശ്വേതാ മേനോൻ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ രമേശ് പിഷാരടിയുടെ തന്നെ വോയിസ്, ആ ഒരു പേര് കേൾക്കുന്ന ആ ഒരു ശബ്ദം ചോദിക്കുകയാണ് എന്താണ് പരിപാടി എന്നുള്ളത്.
എന്തായാലും വൈകുന്നേരം തന്റെ ഭർത്താവ് മുംബൈയിൽ നിന്ന് വരുമെന്ന് ശ്വേത മറുപടി പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരല്പം ചിരിയോടെ ഭർത്താവ് വന്നിട്ടാണോ പരിപാടി, ഭർത്താവ് വന്നിട്ട് പോട്ടെ, നമുക്ക് ബാക്കി ശരിയാക്കാം എന്നുള്ള രീതിയിലെ വാക്കുകളാണ് അവിടെ മറുവശത്ത് നിന്ന് കേട്ടത്. സാധാരണഗതിയിൽ ഒരു ജനപ്രതി കൂടി ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ ഇങ്ങനെ വലിയൊരു ഇമേജ് ഉള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരാൻ പാടില്ലാത്ത ഒരു ദ്വയാർത്ഥ പ്രയോഗം ഇതിൽ കേൾക്കാം എന്നത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ പിഷാരടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ഇതിന്റെ രണ്ടാം വശം ചിന്തിക്കുകയാണെങ്കിൽ സൈക്കോളജിയായിട്ടും സൗഹൃദപരമായിട്ടും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങളുണ്ടല്ലോ. ഒന്നാമത്തെ വശമാണ് സൗഹൃദം, അതായത് സിനിമയിലായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ ആയാലും വർഷങ്ങളായിട്ടുള്ള അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം തമാശകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. മറ്റൊരു മോശം ഉദ്ദേശത്തോടെ ആയിരിക്കണമെന്നില്ല, പരസ്പരമുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം. പിഷാരടി അങ്ങനെ സംസാരിച്ചതും ചിലപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടായിരിക്കും. ഇരുവരുടെ സംസാര രീതി കേട്ടുള്ള ഇത് അവരുടെ ആദ്യത്തെ സംഭാഷണം ഒന്നല്ല എന്നും ഇത്തരമൊരു സൗഹൃദം അവർക്കിടയിൽ മുൻപേ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ വശമാണ് ഡിഫൻസ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഓഡിയോയിലെ ശ്വേതയുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അവരൊരല്പം പ്രതിരോധത്തിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയാണ് അവരുടെ ഈ മറുപടികൾ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹണി ട്രാപ്പ് അല്ലെങ്കിൽ മനഃപൂർവ്വം കെണിയിലാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്തതാണോ എന്നൊരു സംശയം ആർക്കും തോന്നാം. ഇനി അണിയറയിലെ വലിയ തന്ത്രങ്ങളും ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട്. അതായത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടത്. ആരാണ് ഈ ഒരു ഓഡിയോ ലീക്ക് ചെയ്തത് എന്നുള്ളത്. ഇതിന്റെ ടൈമിങ്ങും എന്താണ്. കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്വേതാ മേനോന്റെ ഫോണിൽ നിന്നാണെന്ന് 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ശ്വേത അറിയാതെ ഇത് പുറത്തു പോകാൻ ഒട്ടും സാധ്യതയുമില്ല. അപ്പോൾ അമ്മ സംഘടനയിലെ തർക്കങ്ങൾ മുറുകുന്ന ഈ ഒരു കൃത്യ ടൈമിൽ തന്നെ ഇത് പുറത്തുവിട്ടതിന് പിന്നിൽ വലിയൊരു അജണ്ട ഇല്ലേ? സംഘടനയുടെ ഔദ്യോഗിക പദവിയിലേക്ക് തന്നെ ഈ തിരിച്ചെത്താനോ അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുന്നവരെ സമ്മർദ്ദത്തിലാക്കാനോ വേണ്ടിയിട്ട് മുൻപ് എപ്പോഴോ റെക്കോർഡ് ചെയ്തു വെച്ച ഇത്തരം വോയിസ് ക്ലിപ്പുകൾ ഇപ്പോൾ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണോ എന്നുള്ളൊരു സംശയം. എന്തായാലും ശ്വേതയുടെ കൈയിൽ ഇനിയും ഇതുപോലെ എത്ര പേരുടെ ഓഡിയോകൾ കാണുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പലരെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണോ ഇത്തരം ഈ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പുറത്തു വിടുന്നതെന്നും അറിയില്ല. എന്നാലും ഇങ്ങനെ പോകുന്ന വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംഘടനയ്ക്കുള്ളിൽ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ എന്തോ കൊള്ളരുതായ്മകൾ നടന്നിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ വായടപ്പിക്കാനുള്ള ശ്രമമാണിതെന്നുള്ളത് വ്യക്തമാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിന് പിന്നാലെ ഗൂഢാലോചനയുണ്ടെന്ന് കോടതിയിലെ രേഖയെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ഇതെന്നും ഏറ്റവും പുതിയൊരു ട്വിസ്റ്റ് കൂടി വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. അതായത് നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു മാനിപ്പുലേഷന്റെയും ഗൂഢാലോചനയുടെ ഒക്കെ വശങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രമുഖ നടി മാലാ പാർവതി ഒരു മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ കോടതിയിൽ സമർപ്പിക്കുന്ന ചില രേഖകളെ സാധൂകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്ത കാര്യമാണിത് എന്നാണ് മാലാ പാർവതി പറയുന്നത്. സിനിമയ്ക്കുള്ളിൽ ഇത്രയും വലിയ രീതിയിലുള്ള മാനിപ്പുലേഷനുകളും ഡിജിറ്റൽ കെണികളൊക്കെ നടക്കുമെന്ന് നമ്മളെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് മാലാ പാർവതി ഇതിനോട് പ്രതികരിച്ചത്. എന്തായാലും മാലാ പാർവതിയെ പോലെയുള്ള സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇത് കേവലം ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമല്ല, കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്ത ഒരു മാനിപ്പുലേഷൻ ആണെന്ന് തുറന്നു പറയുമ്പോൾ ഈ വിവാദത്തിന്റെ ഗൗരവം ഇപ്പോൾ ഇരട്ടിയാവുകയാണ്. എന്തായാലും ഈ ഒരു വിവാദങ്ങൾക്കിടയിലാണ് നമ്മുടെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പേരുകൾ കൂടി വരുന്നത്. സൂപ്പർ താരങ്ങൾ തനിക്കൊപ്പം ഉണ്ടെന്ന് കാണിച്ച് ശ്വേത പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ നടി അൻസിബ ഹസൻ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ പ്രതികരിച്ചത്. ലാലേട്ടനും മമ്മൂക്കയെ അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ വന്ന് പറയുകയല്ല വേണ്ടത്, അവർ തന്നെ നേരിട്ട് വന്ന് പബ്ലിക്കായിട്ട് പറയണം. എന്തായാലും ഇത്രയും വലിയ പ്രശ്നങ്ങൾ സിനിമയ്ക്കുള്ളിൽ നടക്കുമ്പോൾ മുതിർന്ന താരങ്ങൾ മൗനം പാലിക്കുന്നത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നതെന്നാണ് അൻസിബ തുറന്നടിച്ചത്. അൻസിബയുടെ ഈ ഒരു നിലപാട് വളരെ പ്രസക്തമാണ്. കാരണം മറ്റുള്ളവർ തങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുമ്പോൾ താരങ്ങൾ മിണ്ടാതിരിക്കുന്നത് പല ദുരൂഹതകൾക്ക് കാരണമാകാറുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സുഹൃത്തുക്കളെ, മലയാള സിനിമ ഇന്ന് എത്തി നിൽക്കുന്നത് തികച്ചും ലജ്ജാകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഒരു കാലത്ത് നമ്മൾ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു വലിയ സംഘടന ഇന്ന് വ്യക്തിപരമായിട്ടുള്ള ചെളിവാരി എറിയലുകളുടെയും അതുപോലെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിന്റെ ഒക്കെ വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കേണ്ടത് ജനാധിപത്യപരമായിട്ടുള്ള രീതികളിലൂടെയും ഈ ഒരു തുറന്ന ചർച്ചകളിലൂടെയൊക്കെ തന്നെയാണ്. എന്നാൽ നടക്കുന്നതോ മാലാ പാർവതി പറഞ്ഞതുപോലെ തന്നെ കോടതിയിലെ രേഖകളെ സാധൂകരിക്കാൻ വേണ്ടിയും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വർഷങ്ങളായുള്ള സൗഹൃദങ്ങളെ പോലും ഡിജിറ്റൽ കെണികളാക്കി മാറ്റുന്ന ഈ ഒരു രീതി ഭയപ്പെടുത്തുന്നത് തന്നെയാണ്.
ഇന്ന് രമേശ് പിഷാരടി ആണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ആയിരിക്കാം ഈ ഒരു കെണിയിൽ വീഴുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഇതിൽ യഥാർത്ഥത്തിൽ തെറ്റുകാരൻ ആരാണ്? സുഹൃത്തിനോട് സംസാരിച്ച സ്വാതന്ത്ര്യത്തിൽ കോഴിത്തരം കാട്ടിയ രമേശ് പിഷാരടിയാണോ, അതോ ആ ഒരു സൗഹൃദത്തെയും വിശ്വാസത്തെയും കോടതിയിൽ തെളിവാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഉപയോഗിച്ച വലിയൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാണോ? സിനിമയിലെ ഈ ഒരു വലിയ മാനിപ്പുലേഷനുകളെ കുറിച്ചും അൻസിബയും മാലാ പാർവതി ഉയർത്തിയ ഈ ഒരു ശക്തമായിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.